കൈ അങ്ങ് പൊക്കിയേ, എത്രത്തോളം പറ്റുമെന്ന്. വലത് കൈ എവിടം വരെ പോകും? അവിടെ ചേർന്ന് നിൽക്കണേ, പരമാവധി ചേർന്ന് നിൽക്കണേ. ശരി. ഇടത് കൈ അങ്ങോട്ട് വെച്ചേ. ശരി. ഇതിങ്ങോട്ടങ്ങ് വെച്ച്. കറണ്ട് പോയോ? എന്താ പറ്റിയ? നിങ്ങളുടെ സ്വിച്ച് അങ്ങോട്ടോ? അതെ. സാരമില്ല. അതിനിപ്പം താഴ്ത്തിയ. ഒന്നുകൂടെ പൊക്കിയ ചേച്ചി. ഇടതാണല്ലോ വിഷയം അല്ലേ? അല്ല, വലത വിഷയം. വെച്ചോ അവിടെ വെച്ചോ, കുഴപ്പമില്ല. എവിടം വരുത്തുന്നറിയാം. ശംഖിന്റെ താഴെയാണ്. ഇല്ല, ഓക്കെ, ശരി. ഇപ്പം താഴ്ത്തിയ. ഇതും താഴ്ത്തിക്കോ. ചേച്ചി, നിങ്ങൾക്ക് ഇവിടെ വിഷയം കാണുമല്ലോ, ഈ സൈഡ്. വേദന ഉണ്ടോ? വേദനയാണോ ചിരിക്കാനാണോ തോന്നുന്നത്? ഇക്കിളിയല്ലല്ലോ, ആണോ? ഉള്ളത് പറയണേ. ഇനിയിപ്പം കൈ പൊക്കിക്കേ ചേച്ചി. ഇച്ചിരൂടെ പെട്ടെന്ന് കൈ പൊങ്ങിയോ നേരത്തേക്കായും? ഹൈറ്റും കൂടിയല്ലോ ചേച്ചി സ്വല്പം. കൈ ഇച്ചിരൂടെ അയവായിരുന്നോ പൊക്കാൻ? അയവ് അല്ലേ? ശരി, അങ്ങനെ വെച്ചേ. എത്ര നാളായിട്ടേ പ്രശ്നം? 3 മാസമായിട്ടാ? എന്നിപ്പോ കൈ പൊക്കിക്ക. കൈ ചൂടെ പൊങ്ങുന്നുണ്ടോ? ഇങ്ങോട്ട് അടുപ്പിച്ചപ്പോൾ അറിയാമല്ലോ കൈ കൂടുതൽ പൊങ്ങുന്നോ പോയോ ഇല്ലെന്ന്. ആയാലും അത് കവറായല്ലോ, ഏറെക്കുറെ പോലെ. എങ്ങനെ ചേച്ചി, അയവുണ്ടോ? നേരത്തേക്ക് തൊട്ട് മുമ്പ് ചെയ്യുന്നതൊക്കെ അയവുണ്ടോ? ഉണ്ട്. കൈ പൊക്കുന്നതിന് ഇച്ചിരി ഈസിയാണ് എന്ന് പറയാമോ? കൈ പൊക്കുന്ന വേദനയുടെ കാര്യം എങ്ങനെ ഇപ്പം? അല്ല, വേദനയിൽ എന്തെങ്കിലും കുറവുണ്ടോ അതേപടിയാണോ? അല്ല, സ്റ്റാച്ച് അവിടെ കിടന്നല്ല. ഇല്ല, വേദന കുറവില്ല, അയവാണ് കിട്ടുന്നത്. കണ്ടോ, ഈസ് ഓഫ് മൂവ്മെന്റ് ഡോക്ടറെ. ശരി. ഇനിയിപ്പോൾ ഒന്നുകൂടെ ചേർന്ന് ഒന്നുകൂടെ കൈ പൊക്കിക്ക്. അപ്പം അറിയാം. പോട്ടെ, എന്താണെന്ന് അറിയാം, നോക്കട്ടെ. ഉണ്ടോ? അങ്ങോട്ട് തൊടിയിച്ച ചേച്ചി വലത് കൈയിനെ. അത്രയും പറ്റുന്നുണ്ട്. ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അഗ്നികർമ്മം ചെയ്തതെല്ലാം വിവരമായിരുന്നു. പക്ഷേ ഇവരൊക്കെ നമ്മൾ ഇവിടെയൊക്കെ എങ്ങനെ ചെയ്യും ഡോക്ടറെ? അതല്ലേ പ്രാക്ടിക്കൽ പ്രോബ്ലം.